വാത്സല്യം കാട്ടൂ, സ്നേഹിക്കൂ. ഇതാണ് സനാതനധർമ്മം. ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ചൊടിക്കുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുമ്പോൾ, കരുണ കാട്ടാൻ പറയുമ്പോൾ, എനിക്കുള്ളത് ഇല്ലാത്തവന് കൊടുക്കാൻ പറയുമ്പോൾ, എന്റെ സുഖം വേറൊരുത്തിന്റെ സുഖത്തിന് വേണ്ടി ത്യജിക്കാൻ പറയുമ്പോൾ, ഇത് മോശമാണെന്ന് പറയുന്നത് ആരാ? ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുന്നവർ അവരാണ് യഥാർത്ഥ വർഗീയവാദികൾ, യഥാർത്ഥ ശത്രുക്കൾ. ഇവർ വ്യാഖ്യാനിക്കുകയാണ്, ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞത്രേ. എന്താണ് പശു? മനുഷ്യന്റെ ഭൗതിക സ്വത്താണ്. അന്ന് പശുവും ആടുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ 5000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാ വേദങ്ങൾ. അന്ന് മനുഷ്യന് ഭാരതത്തിൽ അവന്റെ ഭൗതിക സ്വത്ത് പശുവാണ്. ഭൗതിക സ്വത്തിനെയാണ് പറയുന്നത്. ബ്രാഹ്മണനാണ് ആത്മീയ രൂപം. ബ്രാഹ്മണനാണ് ആശയങ്ങൾ പറയാൻ പറയുന്നത്, ആത്മീയത പറയാൻ കഴിയുന്നത്. ബ്രാഹ്മണന് സുഖമുണ്ടാവട്ടെ. അതിനു മുമ്പുണ്ട് രാജാവിന്. ആരാണ് രാജാവ്? നാട് ഭരിക്കുന്നവൻ, നന്മ ചെയ്യുന്നവൻ, ധർമ്മം ചെയ്യുന്നവൻ. അതിനു മുമ്പ് ആദ്യത്തെ പാദം സർവപ്രപഞ്ചത്തിനും, സർവ മനുഷ്യനും, സർവ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ. അവിടെ തുടങ്ങുക. 1 സർവ മനുഷ്യനും സർവ പ്രപഞ്ചത്തിനും, 2 നാട് ഭരിക്കുന്നവന്, 3 പശുവിനെ അല്ലെങ്കിൽ ഭൗതിക സ്വത്തുക്കൾക്ക്, 4 ബ്രാഹ്മണനെ അല്ലെങ്കിൽ ആത്മീയ സംവിധാനത്തിന്. എല്ലാവർക്കും സുഖമാശംസിക്കുന്നത് പോലും ബ്രാഹ്മണനും പശുവിനും മാത്രമാക്കി ചുരുക്കുന്നിടത്ത് അത് പ്രചരിപ്പിക്കുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല. ഇത് എന്റേത് മാത്രമല്ല, ഈ ഭാരതത്തിലെ ഓരോ പൗരന്റെയും, മതമേതുമാവട്ടെ, രാഷ്ട്രീയമേതുമാവട്ടെ, ഓരോ പൗരന്റെയും അവന്റെ മൂല്യമാണ്, അവന്റെ ഭാഗ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്തേ സനാതനധർമ്മം തുടങ്ങൂ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വളരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിന്റെ നന്മ കൊണ്ടാ. ആരും പ്രചരിപ്പിക്കുന്നത് കൊണ്ടല്ല, ആരും വളർത്തുന്നത് കൊണ്ടല്ല, ഇതിന്റെ നന്മ കൊണ്ടാ. ഈ നന്മയെയാണ് ചിലർ ചൂഷണം ചെയ്യുന്നത്, ഈ സഹിഷ്ണുതയെ, ഈ ഇൻക്ലൂഷനെ. പക്ഷേ ആര് ചൂഷണം ചെയ്താലും, ആര് കടന്നു കയറിയാലും അവസാനിക്കാത്തതാണ്, നിലനിൽക്കുന്നതാണ് സനാതനധർമ്മം. അത്ര മഹത്തായ ആശയമാണ്. സനാതനധർമ്മത്തെ മനസ്സിലാക്കുമ്പോഴേ മതങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ. ഞാൻ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാ. ഞായറാഴ്ച മുടങ്ങാതെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. പക്ഷേ എൻ്റെ വിശ്വാസം, ഞാൻ ക്ഷേത്രത്തിൽ പോയി ഒരു ദീപാരാധന തൊടുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല. എന്നോടൊരു പള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല, നീ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്. എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. കാരണം ഞാൻ ഭാരതീയനായതുകൊണ്ടാണ്. ആ ഭാരതീയത അത് ഉയർത്തിപ്പിടിക്കാൻ, അതിനുവേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ. സനാതനധർമ്മം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കുഴപ്പമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കാൻ നീണ്ടുപോയി. മാധ്യമങ്ങൾ ഇതിലൊരു വലിയ പങ്കാണ് ചെയ്യേണ്ടത്. ആദ്യം എൻ്റെ സുഹൃത്ത് ശശി പറഞ്ഞതുപോലെ കച്ചവടമുണ്ട്. പക്ഷേ ഈ കച്ചവടത്തിലും നമുക്ക് നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ കഴിയണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇപ്പം എന്നോട് പലരും പറയാറുണ്ട്, കേരളത്തിലെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിനും ഹിന്ദു വിശ്വാസത്തിനും എതിരാണ്. ഇവിടുത്തെ ഒരു മെജോറിറ്റി എന്ന് LDF-ഉം UDF-ഉം കൂടി 80% അവരൊക്കെ ഈ ഹിന്ദു വിശ്വാസത്തോട് അകലം പാലിക്കുന്നവരാണ്, നമ്മൾ എത്ര സത്യം ചെയ്താലും. അതേസമയം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം, ലെഫ്റ്റ് ലിബറൽ ലൈൻ എടുത്താൽ ഭയങ്കര സ്വീകാര്യത കിട്ടും. വെറുതെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞാലും ഭയങ്കര സ്വീകാര്യത കിട്ടും. എന്നോട് പലരും പറയും, നമുക്ക് നല്ല ഉദാഹരണമാണ് എൻ്റെ സുഹൃത്തായിരുന്ന നമ്മുടെ സന്ദീപ് വാര്യർ. അദ്ദേഹം നേരെ എതിർചേരിയിലേക്ക് മാറി. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തൊരു സ്വീകാര്യത അദ്ദേഹത്തിനോട് കിട്ടുമെന്നറിയാമോ? അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ച് 3 ദിവസം മുമ്പ് വിളിച്ചു. നിന്ന് തിരിയാൻ നേരമില്ല. വലിയ പദവിയൊന്നുമില്ല. BJP-യിലായിരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ വലിയ പദവിയൊന്നുമില്ല. ഇപ്പം എന്തോ വക്താവാക്കി, BJP-യുടെ വക്താവായിരുന്നല്ലോ. പക്ഷെ നിന്ന് തിരിയാൻ നേരമില്ല. ദുബായിൽ നിന്ന് വന്നാൽ പിറ്റേ ദിവസം സൗദി, അതിന് പിറ്റേ ദിവസം ബഹ്റൈൻ, അതിന് പിറ്റേ ദിവസം ഒമാൻ, പിന്നെ മലപ്പുറത്ത്, പിന്നെ തിരൂര്, പിന്നെ കരുനാഗപ്പള്ളി, പിന്നെ എന്നും പരിപാടികളാ. പോസ്റ്റ് ഇട്ടാൽ ലൈക്ക. എന്തുകൊണ്ടാ? കൊണ്ടു നടക്കാൻ ആളുണ്ട്.
ഇവിടെ ആയിരുന്നപ്പോഴോ സനാതന ധർമ്മം പറഞ്ഞപ്പോഴോ പാരയാ പിറകിൽ നിന്ന് വലിച്ച് താഴോട്ട് ചാടിക്കാനോ നോക്കിയേ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഞാനൊരു സത്യം പറയുക.